ആധാർ കാർഡ് എൻറോൾ ചെയ്യുന്നതിനും പുതുക്കുന്നതിനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായുള്ള പുതിയ ഫോമുകൾ UIDAI പങ്കിട്ടു. ആധാർ കാർഡ് എൻറോൾ ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനും പ്രവാസികൾക്കും അല്ലാത്തവർക്കും പ്രത്യേക ഫോമുകൾ അതോറിറ്റി നൽകിയിട്ടുണ്ട്. UIDAI പറയുന്നതനുസരിച്ച് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിനും എൻറോൾ ചെയ്യുന്നതിനുമുള്ള മുഴുവൻ പ്രക്രിയയും എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ടത്. പുതിയ നിയമം അനുസരിച്ച് ഏറ്റവും അടുത്തുള്ള ആധാർ സേവാ കേന്ദ്രം സന്ദർശിച്ചോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ UIDAI വെബ്സൈറ്റ് വഴിയോ ആധാർ കാർഡ് വിവരങ്ങൾ സെൻട്രൽ ഐഡന്റിറ്റി ഡാറ്റ റിപ്പോസിറ്ററിയിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. പഴയ 2016 നിയമം അനുസരിച്ച് ഒരു ആധാർ കാർഡ് ഉടമയ്ക്ക് അവരുടെ വിലാസം ഓൺലൈൻ മോഡ് വഴി മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയൂ. മറ്റേതെങ്കിലും വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അവർ അടുത്തുള്ള എൻറോൾമെൻറ്റ് കേന്ദ്രം സന്ദർശിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ഫോം വരുന്നത് രാജ്യത്തെ താമസക്കാരുടെയും അല്ലാത്തവരുടെയും ആധാർ കാർഡ് എൻറോൾമെൻറ്റിനായി ഫോം 1 ഉപയോഗിക്കാം. വ്യക്തിക്ക് ഇതിനകം ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മറ്റു വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫോം 1 ഉപയോഗിക്കാം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോം 2 ഇന്ത്യക്ക് പുറത്ത് അഡ്രസ് പ്രൂഫുള്ള NRIക്ക് എൻറോൾമെന്റിനും അപ്ഡേറ്റിനും ഫോം 2 ഉപയോഗിക്കാം. 5 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എൻറോൾമെന്റിനായി ഫോം 3 ഉപയോഗിക്കേണ്ടത്. ഫോം 4 ഇന്ത്യക്ക് പുറത്ത് വിലാസമുള്ള NRI കുട്ടികൾക്ക് ഫോം 4 ഉപയോഗിക്കാം. 5 വയസ്സിന് താഴെയുള്ള താമസക്കാരോ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആധാറിൽ ചേർക്കുന്നതിനോ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഫോം 5 ഉപയോഗിക്കേണ്ടത്. ഫോം 6 5 വയസ്സിന് താഴെയുള്ള NRI കുട്ടികൾ, അതായത് ഇന്ത്യക്ക് പുറത്ത് വിലാസമുള്ളവർക്ക് ഫോം 6 ഉപയോഗിക്കേണ്ടത്. ആധാർ വിശദാംശങ്ങൾക്കായി എൻറോൾ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ള വിദേശ പൗരനാണ് ഫോം 7 ഉപയോഗിക്കേണ്ടത്. ഈ വിഭാഗത്തിൽ ചേരുന്നതിന് വിദേശ പാസ്പോർട്ട്, OCI കാർഡ്, സാധ്യത ദീർഘകാല വിസ, ഇന്ത്യൻ വിസ എന്നിവയുടെ വിശദാംശങ്ങൾ ആവശ്യമാണ്. ഇവയുടെയും ഇമെയിൽ ID നിർബന്ധമായിരിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.